ഹായ് ഫ്രണ്ട്സ്, 2023 ഡിസംബർ ലാസ്റ്റ് വീക്കിൽ ഇന്ത്യൻ ടെലികോം ചരിത്രത്തിൽ അപ്പാടെ മാറ്റുന്ന ഒരു ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു. ആ ബില്ല് പ്രകാരം ഇന്ത്യൻ ടെലികോം രംഗത്ത് വൻ മാറ്റങ്ങളാണ് വന്നത്. അതിൻ്റെ ഒരു സൂചന പോലെ കഴിഞ്ഞ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് ഏതാ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ലൈക്കിനേക്കാളും ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഷെയറാണ്. കാരണം ഇതെല്ലാ ഇന്ത്യൻ പൗരന്മാരും ഈ ഒരു വീഡിയോ കാണണം. അതേപോലെ തന്നെ ഈ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് 100 വർഷത്തിന് ശേഷം അഴിച്ച് പണിത് അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, കുറേ എണ്ണം പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളതും ബാക്കി കുറേ കാര്യങ്ങൾ നല്ലതുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതെന്താണ് ഏതാ പറയാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതേപോലെ തന്നെ ഈ ബില്ലിനെ പറ്റിയുള്ള അഭിപ്രായം കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ബില്ല് എന്താണ്. ഈ കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റ് വീക്കിൽ, ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ആവാണ്, അപ്പോൾ ഇതിന് മുമ്പത്തെ വീക്കിൽ നമുക്ക് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം ഒരു ബില്ല് അവതരിപ്പിച്ചു. പോയിന്റ്സ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പം അതിൽ നമ്മൾ ഒന്നാമത് പറയുന്ന പോയിന്റ് നാഷണൽ സെക്യൂരിറ്റി, നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് വന്ന് വല്ല വാറോ അതേപോലെ തന്നെ വല്ല കലാപങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടാണെങ്കിൽ അങ്ങനത്തെ സമയത്ത് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനീസിനെ ഗവൺമെൻറ്റിന് അത് സ്റ്റേറ്റ് ആയാലും സെൻട്രൽ ആയാലും ടേക്ക് ഓവർ ചെയ്യാനുള്ള അധികാരമാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കേരളത്തിൽ എത്ര മൊബൈൽ കമ്പനികളുണ്ട് നിങ്ങൾക്കറിയോ? അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് മൊബൈൽ കമ്പനി പറയുകയാണെങ്കിൽ നമുക്കറിയാം VI ഉണ്ട്, ജിയോ ഉണ്ട്, എയർടെൽ ഉണ്ട്, BSNL ഉണ്ട്. BSNL ഓൾറെഡി ഗവൺമെൻറ്റിൻ്റെയാണ്, പ്രശ്നമില്ല. പക്ഷെ ബാക്കി 3 പ്രൈവറ്റ് കമ്പനീസാണ്. ഈ പ്രൈവറ്റ് കമ്പനീസ് ഇൻ്റർനെറ്റിൽ കൺട്രോൾ ഇല്ലാണ്ടൊക്കെ ആ സമയത്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ കലാപത്തിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. നമുക്ക് നോർത്തിലെ പല സ്ഥലത്തും അങ്ങനത്തെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും അവർക്ക് അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത അവസാനത്തെ പോയിന്റിൽ പറയുന്നുണ്ട്. ഒരു അതോറിറ്റീനെ വെച്ചിട്ട് അവർക്ക് അത് എന്ത് ചെയ്യാം, ടേക്കപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി പോയിന്റ് നമ്പർ 2, സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിന് ഇനി ഓപ്ഷൻ ഇല്ല, ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് വരുവാൻ പോവാണെന്ന് എലോൺ മസ്ക് പറയുകയാണ്, ഇന്ത്യയിൽ ഇനി അടുത്ത ഓപ്ഷനിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനി അങ്ങയുടെ സ്വപ്നം നടക്കില്ല. അങ്ങനെ കൊടുക്കാൻ വെച്ചാൽ തന്നെ ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ള അതോറിറ്റിക്കാണ് ആ ഒരു അവകാശം കൊടുക്കാൻ പോകുന്നത്. അതായത് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ്, അത് ചിലപ്പോൾ ജിയോയ്ക്കാവാം, എന്തോ നമുക്കത് പറയാൻ പറ്റും. ഇത് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിൻ്റെയാണ്. അപ്പോൾ ജിയോയ്ക്ക് ആയിരിക്കും സാധ്യത കൂടുതൽ. നമുക്കറിയാം അംബാനിയാണ് നമ്മുടെ ഇവിടെ. അതേപോലെ തന്നെ സാറ്റലൈറ്റ് ഫോണും അംബാനിയാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റും അംബാനിയാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ അത് വളരെ റേറ്റ് കുറച്ചിട്ടായിരിക്കും വരിക. അപ്പോൾ ഒരു കുത്തക അവിടെ ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല, അംബാനി കുത്തക ആണെങ്കിൽ പോലും. ഇനി മൂന്നാമത്തതാണ് സോഷ്യൽ മീഡിയയിൽ വൺ അഴിച്ചുപണിയാണ് നടക്കാൻ പോണത്. ഫോർ എക്സാമ്പിൾ, ഒരു പോസ്റ്റ് ഇപ്പോൾ ഞാൻ ഇട്ടതായാലും ഏതൊരു വ്യക്തി ഇട്ടതായാലും അതൊരു ഞാൻ രാജ്യത്തിനെതിരായിട്ടിടില്ല, രാജ്യത്തിനെതിരെയോ അതേപോലെ തന്നെ ഇതേപോലെ ഒരു കലാപം നടക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇടാണെങ്കിൽ, അങ്ങനെ ഒരു പോസ്റ്റ് ഇടാണെങ്കിൽ അത് ഗവൺമെൻറ്റിന് ഡയറക്റ്റായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് ആവാം, സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, അല്ലെങ്കിൽ അതിന് വെച്ച അതോറിറ്റീസ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സിനാവാം. ആ ഒരു പോസ്റ്റ് റിമൂവ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുത്ത് വിത്തിൻ 5 days 48 hours to 5 days ആ പോസ്റ്റ് റിമൂവ് ചെയ്യണമെന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന് ഉള്ളൊരു ഓർഡർ പോയിട്ടുള്ളത്. അങ്ങനെ വരാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ കലാപം ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഒരാളിട്ടു, അങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഒരു വളണ്ടിയറെ കണ്ടു, ആ വളണ്ടിയർ അത് റിപ്പോർട്ട് ചെയ്താൽ വിത്തിൻ 48 hours ഫേസ്ബുക്കിലാണ് വരുന്നത്. ഫോർ എക്സാമ്പിളാണ്, അത് റിമൂവ് ചെയ്യണം. അത് പബ്ലിക് എമർജൻസി ടൈമിലൊക്കെ അത് ഹൈ പ്രയോറിറ്റീസാണ് വരുന്നത്. ഇനി നാഷണൽ സെക്യൂരിറ്റീൻ്റെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ലേക്ക് തന്നെ വരാം. നാഷണൽ സെക്യൂരിറ്റീൻ്റെ
ഭാഗത്തായിട്ട് സ്റ്റേറ്റും സെൻട്രലും ഇത് പറയുകയാണെങ്കിൽ ഒരു അതോറിറ്റി ബോർഡിനെ വയ്ക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തിയിട്ട്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എയർടെലിൽ നിന്നാണെങ്കിലും VI നിന്നാണെങ്കിലും പോസ്റ്റുകളും അത് നമ്മുടെ ആ ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ ഒരു ആഭ്യന്തര കലാപം നടക്കുമ്പോൾ സ്റ്റേറ്റിനെതിരെയൊക്കെ മെസ്സേജസ് പാസ് ചെയ്യുകയാണെങ്കിൽ ആ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഫുൾ അണ്ടർടേക്കിങ് ഗവൺമെൻറ് ബോഡീസിനോ അതിന് വെച്ചിട്ടുള്ള വളണ്ടിയേഴ്സിനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉദ്യോഗസ്ഥനോ, അത് മിക്കവാറും IAS IPS ഹൈ ലെവൽ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, അവർക്ക് അതിന് ആ കമ്പനീനെ ടെമ്പററി ടേക്ക് ഓവർ ചെയ്യാനുള്ള കമാൻഡ് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഏരിയയിലേക്കൊക്കെ കോൾസ് ബ്ലോക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ കലാപം ആഹ്വാനം ചെയ്യാൻ ഫോണിൽ കൂടിയൊക്കെ പറയുമ്പം അത് ബ്ലോക്ക് ചെയ്യാനും അങ്ങനത്തെ ആൾക്കാരുടെ സിമ്മൊക്കെ ക്യാൻസൽ ചെയ്യാനൊക്കെ ഈ ഒരു അധികാരം കൊടുക്കും. ഇനി അടുത്തതാണ് സിം കാർഡ് ഡ്യൂപ്ലിക്കേറ്റ്, അതല്ലെങ്കിൽ നമ്മൾ പറയാം വ്യാജ സിം കാർഡുകൾ. ഇതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് അത് കണ്ടില്ലെങ്കിൽ എൻ്റെ ഐ ബട്ടണിലുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കാണാം. അതായത് വ്യാജ സിം കാർഡുകൾ, അപ്പോൾ അത് എല്ലാ സിമ്മും വ്യാജമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് സിം കാർഡ് ഉണ്ടാക്കണമല്ല, ഒരാളുടെ പ്രൂഫിലല്ലാണ്ട്. ഇപ്പോൾ നമ്മൾ ബയോമെട്രിക് മസ്റ്റ് ആക്കുകയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഞാനൊരു ഫോണിൽ സിം എടുക്കാൻ വെച്ചാൽ എനിക്ക് 9 സിമ്മേ എടുക്കാനുള്ള അധികാരമുള്ളൂ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട്. പിന്നെ എൻ്റെ മദറിൻ്റെ പേരിലോ വൈഫിൻ്റെ പേരിലോ മോളുടെ പേരിലോ നമുക്ക് എടുക്കാം. അതിന് മോൾക്ക് ഇപ്പോൾ പറ്റില്ല, 18 വയസ്സ്, അതിനുള്ള ഒരു നിയമം വരുന്നുണ്ട്, അത് നമ്മളിതിൻ്റെ അവസാനം പറയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട കാണാം. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ സിം കാർഡ് എടുക്കുമ്പോൾ സിം കാർഡിന് ബയോമെട്രിക് വെരിഫിക്കേഷൻ, കാരണം ഇപ്പോൾ നടക്കുന്ന പല ഓൺലൈൻ തട്ടിപ്പുകളും കണ്ടുപിടിക്കാൻ വേണ്ടി സൈബർ സെല്ലൊക്കെ നോക്കുമ്പോൾ മരിച്ചു പോയ ആൾക്കാരുടെ പേരിലും അല്ലെങ്കിൽ ഇല്ലാത്ത ആൾക്കാരുടെ പേരിലും സിം കാർഡ് എടുത്ത് അത് വെച്ചിട്ട് ബാങ്ക് അക്കൗണ്ടൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് സിം കാർഡ് എടുക്കുകയാണെങ്കിൽ ആ ആളെന്നെ വന്ന് അവരുടെ ബയോമെട്രിക് രേഖപ്പെടുത്തിയിട്ട്, പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എടുക്കുന്ന പോലെ ബയോമെട്രിക് രേഖപ്പെടുത്തിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു കണക്ഷൻ അവിടെ ഓതറൈസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് ആക്റ്റീവ് ആവുള്ളൂ. അതല്ലാണ്ട് ഏതെങ്കിലും ഷോപ്പുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻസോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നല്ല ലീഗൽ ആക്ഷനാണ് വരുന്നത്. അപ് ടു 3 years ഇംപ്രിസൺമെൻറ്റ്. ഇപ്പോൾ ഒരു ഷോപ്പാണെങ്കിൽ ആ ഷോപ്പിൻ്റെ ഓണറെ 3 കൊല്ലം തടവ് ശിക്ഷ, 50 lakhs ഫൈനുമാണ് കൊടുക്കേണ്ടത്. അപ്പം എല്ലാവരും ഒന്ന് അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇനി ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ മാത്രമേ ആകാൻ പാടുള്ളൂ. അവരെന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്ത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ രക്ഷിതാക്കൾക്കായിരിക്കും. അപ്പം കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. കുട്ടികൾ എന്തെങ്കിലും ക്രിമിനലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ആ ഫോണിൻ്റെ ഓണർ അല്ലെങ്കിൽ സിം എടുത്തിരിക്കുന്ന മാതാപിതാക്കളെയായിരിക്കും അത് പിടിക്കുക, അത് ഇൻ്റർനെറ്റ് ആണെങ്കിൽ പോലും. ഇതാണ് നമ്മൾ വന്നിട്ടുള്ള പുതിയ ടെലികമ്മ്യൂണിക്കേഷൻ ബില്ല്. ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.